സയൻസ്, ശാസ്ത്രം ഓരോ ദിവസം ചെല്ലുന്തോറും വളർന്നു വരുന്ന ഒരു പ്രതിഭാസമാണ്. അരിസ്റ്റോട്ടിലിൻ്റെയും ആർക്കിമിഡീസിൻ്റെയും ഗലീലിയുടെയും ടോളമിയുടെയും കാലം മുതൽ ഇന്ന് ഈ ദിവസം ഈ നിമിഷം വരെ അത് പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നു. ശാസ്ത്രത്തിന്, സയൻസിന് പ്രധാനമായും 3 ശാഖകളാണുള്ളത്, 3 ബ്രാഞ്ചുകളാണുള്ളത്. അതിൽ ആദ്യത്തെ ബ്രാഞ്ചാണ് ഫിസിക്സ്, ഊർജ്ജതന്ത്രം. രണ്ടാമത്തെ ബ്രാഞ്ചാണ് കെമിസ്ട്രി, രസതന്ത്രം. മൂന്നാമത്തെ ബ്രാഞ്ചാണ് ബയോളജി, ജീവശാസ്ത്രം. ഇതിൽ ഫിസിക്സിനെ തന്നെ നമുക്ക് വീണ്ടും ബ്രാഞ്ചുകളായി തരംതിരിക്കാം. നോക്കാം ഏതൊക്കെയാണ് ആ ബ്രാഞ്ചുകൾ. ഒന്നാമത്തെ ബ്രാഞ്ചാണ് ഇലക്ട്രോ സ്റ്റാറ്റിക്സ്. രണ്ടാമത്തെ ബ്രാഞ്ചാണ് ഇലക്ട്രോ ഡൈനാമിക്സ്. മൂന്നാമത്തെ ബ്രാഞ്ചാണ് തെർമോ ഡൈനാമിക്സ്. നാലാമത്തെ ബ്രാഞ്ചാണ് ഒപ്റ്റിക്സ്. അഞ്ചാമത്തെ ബ്രാഞ്ചാണ് മെക്കാനിക്സ്. അതായത് ഫിസിക്സിനെ നമ്മൾ 5 ബ്രാഞ്ചുകളായി തരംതിരിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഫിസിക്സിനെ, ഊർജ്ജതന്ത്രത്തെ 5 ബ്രാഞ്ചുകൾ ആയി മാത്രമേ തരംതിരിക്കാൻ കഴിയൂ എന്നല്ല. നമുക്ക് ആവശ്യമുള്ളതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമായ 5 ബ്രാഞ്ചുകൾ മാത്രമേ നമ്മൾ ബോർഡിൽ എഴുതിയിട്ടുള്ളൂ. അതുമാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇനി ഓരോ ബ്രാഞ്ചുകളും എന്തൊക്കെയാണ് ഡീൽ ചെയ്യുന്നത് എന്ന് നോക്കാം. ഒന്നാമത്തെ ബ്രാഞ്ച് ഇലക്ട്രോ സ്റ്റാറ്റിക്സ്. എന്തൊക്കെയാണ് ഇലക്ട്രോ സ്റ്റാറ്റിക്സ് ഡീൽ ചെയ്യുന്നത്? ആദ്യമായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇലക്ട്രോ സ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്. എന്താണ് ഇലക്ട്രോ സ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന വേർഡ് അർത്ഥമാക്കുന്നത്? അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നു, ഇലക്ട്രോ സ്റ്റാറ്റിക്സിനെ 2 ഭാഗങ്ങളായി തിരിക്കാം. ഒന്ന് ഇലക്ട്രോ, 2 സ്റ്റാറ്റിക്സ്. എന്താണ് ഇലക്ട്രോ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ്? എന്താണ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ്? ഇലക്ട്രോ മീൻസ് സംതിങ് റിലേറ്റഡ് ടു ഇലക്ട്രിസിറ്റി. അതായത് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു വേർഡാണ് ഇലക്ട്രോ. എന്താണ് ഇലക്ട്രിസിറ്റി? എന്താണ് വൈദ്യുതി? ഒരു ചാലകത്തിലൂടെ ഇലക്ട്രോണുകൾ അല്ലെങ്കിൽ ചാർജുകൾ ഒഴുകുന്നതിനെ വിളിക്കുന്ന പേരാണ് വൈദ്യുതി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി. ചാർജുകൾ ഒഴുകണമെങ്കിൽ നമ്മൾ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യണം. ഒരു കണ്ടക്ടറിൻ്റെ 2 വശങ്ങളിൽ, 2 എൻഡുകളിൽ, ഒരു ലീനിയർ കണ്ടക്ടർ ആണെങ്കിൽ അതിൻ്റെ 2 എൻഡുകളിൽ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്താൽ അതിനനുസരിച്ച് അതിൽ കൂടി ചാർജുകൾ ഒഴുകും. ആ ചാർജുകളുടെ പ്രവാഹത്തെയാണ്, ആ ചാർജുകളുടെ ഒഴുക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതി എന്ന് വിളിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇലക്ട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യുതി അല്ലെങ്കിൽ ചാർജുകൾ എന്നാണ് അർത്ഥം. നമ്മളിവിടെ എടുക്കുന്നത് ഇലക്ട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജുകൾ എന്നാണ്. ഇനി രണ്ടാമത്തെ വേർഡ് സ്റ്റാറ്റിക്സ്. എന്താണ് സ്റ്റാറ്റിക്സ്? നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഷനറി, നിശ്ചലാവസ്ഥ എന്നാണ് അർത്ഥം. ഒന്ന് കൂട്ടി വായിച്ചു നോക്കാം. ഇലക്ട്രോ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ്ങും സ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ്. ഇലക്ട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജുകൾ, സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചലാവസ്ഥ. നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ചാർജുകൾ അല്ലെങ്കിൽ ദ ചാർജസ് വിച്ച് ആർ അറ്റ് സ്റ്റേഷനറി. അങ്ങനെയെങ്കിൽ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്? ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് സ്റ്റേഷനറി ചാർജസ് ആൻഡ് അസോസിയേറ്റഡ് പ്രോപ്പർട്ടീസ്. നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ചാർജുകളും അവയുടെ സവിശേഷതകളും ഡീൽ ചെയ്യുന്ന ഊർജ്ജതന്ത്രത്തിൻ്റെ ഒരു ശാഖയാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഇനി രണ്ടാമത്തെ ബ്രാഞ്ച് ഇലക്ട്രോ ഡൈനാമിക്സ്. ഇലക്ട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചാർജുകൾ എന്ന് തന്നെയാണ് അർത്ഥം. എന്താണ് ഡൈനാമിക്സ്? ഇലക്ട്രോ ഡൈനാമിക്സിലത്തെ രണ്ടാമത്തെ വേർഡാണ് ഡൈനാമിക്സ്. എന്താണ് ഡൈനാമിക്സ്? ഡൈനാമിക്സിൻ്റെ അർത്ഥം ഒഴുകുക എന്നാണ്, അതായത് ഫ്ലോ എന്നാണ്. നോക്കൂ, എന്താണ് ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ്? ചാർജുകൾ ഒഴുകുന്നു. ചാർജുകൾ എപ്പോഴാണ് ഒഴുകുക? ഏതിൽ കൂടിയാണ് ഒഴുകുക? നേരത്തെ പറഞ്ഞതുപോലെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്താൽ ഒരു കണ്ടക്ടറിൽ കൂടി ചാർജുകൾ ഒഴുകും. ആ ചാർജുകളുടെ ഒഴുക്കിനെ വിളിക്കുന്ന പേരായിരുന്നു എന്ത്? ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതി. ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അതിനു ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടായിരിക്കും.
whenever there is a current flowing through a conductor, there should be a magnetic field around it. അങ്ങനെയെങ്കിൽ ഒഴുകുന്ന ചാർജുകൾ കാരണം വൈദ്യുതി ഉണ്ടാകുന്നു, ആ വൈദ്യുതി കാരണം ഒരു കാന്തിക മണ്ഡലവും ഉണ്ടാകുന്നു. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ഊർജ്ജതന്ത്രത്തിൻ്റെ തന്നെ കീഴിലുള്ള ഒരു ശാഖയാണ് ഇലക്ട്രോ ഡൈനാമിക്സ്. Whenever there is a current flowing through a conductor, there should be a magnetic field around it. ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ഫിസിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഇലക്ട്രോ ഡൈനാമിക്സ്. ഇനി മൂന്നാമത്തെ ബ്രാഞ്ച് നോക്കാം, തെർമോ ഡൈനാമിക്സ്. ഇതിനെയും നമുക്ക് രണ്ട് ഭാഗങ്ങളായി തിരിക്കാം. ഒന്ന് തെർമോ, രണ്ട് ഡൈനാമിക്സ്. ഡൈനാമിക്സിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്ലോ എന്നാണ് അർത്ഥം, അതായത് ഒഴുകുക എന്നാണ് അർത്ഥം. ആദ്യത്തെ വേർഡ് തെർമോ ആണ്, അതായത് തെർമോ ഡൈനാമിക്സ് എന്ന് പറയുന്നത് താപത്തിൻ്റെ ഒഴുകുന്ന അവസ്ഥയാണ്. തെർമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് എന്നാണ് അർത്ഥം, താപം എന്നാണ് അർത്ഥം. താപം ഒഴുകുന്നു, ഹീറ്റ് ഫ്ലോ ചെയ്യുന്നു. സാധാരണഗതിയിൽ ഹീറ്റ് അല്ലെങ്കിൽ താപം എവിടെ നിന്ന് എങ്ങോട്ടാണ് ഒഴുകുന്നത്? സാധാരണഗതിയിൽ ഹീറ്റ് ഒരു ഹോട്ടർ ഒബ്ജക്റ്റിൽ നിന്ന് ഒരു കോൾഡർ ഒബ്ജക്റ്റിലേക്കാണ് ഒഴുകുന്നത്. അതായത് ചൂട് കൂടിയ വസ്തുക്കളിൽ നിന്ന് ചൂട് കുറഞ്ഞ വസ്തുക്കളിലേക്കാണ് താപം സാധാരണഗതിയിൽ ഒഴുകുന്നത്. അതിനുവേണ്ടി നമ്മൾ പ്രത്യേകിച്ച് പ്രവൃത്തിയൊന്നും ചെയ്യേണ്ട ആവശ്യം ഇല്ല, വർക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു കേസിൽ വർക്ക് ഡൺ 0 ആണ്. നമുക്ക് പ്രത്യേകിച്ച് പുറമേ നിന്ന് പ്രവൃത്തിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണഗതിയിൽ ഹീറ്റ് ഹോട്ടർ ഒബ്ജക്റ്റുകളിൽ നിന്ന് കോൾഡർ ഒബ്ജക്റ്റുകളിലേക്കാണ് ഒഴുകുക. അതിനുവേണ്ടി ചെയ്യുന്ന വർക്ക് ഡൺ 0 ആണ്, പ്രവൃത്തി 0 ആണ്. ഇനി അത് തിരിച്ചും സാധിക്കും, അതായത് കോൾഡർ ഒബ്ജക്റ്റുകളിൽ നിന്ന് ഹോട്ടർ ഒബ്ജക്റ്റുകളിലേക്കും നമുക്ക് താപത്തെ പ്രവഹിപ്പിക്കാൻ സാധിക്കും, ഫ്ലോ ചെയ്യിപ്പിക്കാനായി സാധിക്കും. നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യേണ്ടി വരും, അതായത് പുറമേ നിന്ന് പ്രവൃത്തി ചെയ്യേണ്ടി വരും. തിരിച്ചും പറ്റും, കോൾഡർ ഒബ്ജക്റ്റുകളിൽ നിന്ന് ഹോട്ടർ ഒബ്ജക്റ്റുകളിലേക്കും നമുക്ക് വേണമെങ്കിൽ താപത്തെ പ്രവഹിപ്പിക്കാം, ഫ്ലോ ചെയ്യിപ്പിക്കാം. അതിനുവേണ്ടി വർക്ക് ചെയ്യേണ്ടി വരും. ഈ ഒരു കേസിൽ വർക്ക് ഡൺ 0 അല്ല, വർക്ക് ഡൺ നോട്ട് ഈക്വൽ ടു 0. നമ്മൾ സ്ഥിരമായി കാണാറുള്ള റെഫ്രിജറേറ്റർ, നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന എയർ കണ്ടീഷണർ, ഇതൊക്കെ ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് കോൾഡർ ഒബ്ജക്റ്റുകളിൽ നിന്ന് ഹോട്ടർ ഒബ്ജക്റ്റുകളിലേക്ക് താപത്തെ പ്രവഹിപ്പിക്കണമെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഒരു വർക്ക്, ഒരു പ്രവൃത്തി ചെയ്യേണ്ടി വരും. ആ പ്രവൃത്തി ചെയ്യാനായിട്ട് റെഫ്രിജറേറ്ററിൽ അല്ലെങ്കിൽ AC-കളിലൊക്കെ ഒരു മോട്ടോർ ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് താപവുമായും താപത്തിൻ്റെ ഒഴുകലും താപവുമായി ബന്ധപ്പെട്ട കുറച്ച് ഉപകരണങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഫിസിക്സിൻ്റെ തന്നെ ഒരു ബ്രാഞ്ചാണ്. Thermodynamics, it is a branch of physics which deals with the heat, the flow of heat and some instruments which will work with the presence of heat. ഇനി നാലാമത്തെ ബ്രാഞ്ചാണ് ഒപ്റ്റിക്സ്. വളരെ എളുപ്പമാണ്. ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശം എന്നാണ് അർത്ഥം, ലൈറ്റ് എന്നാണ് അർത്ഥം. ലൈറ്റ് എപ്പോഴും നേർരേഖയിൽ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. വളരെ ചെറിയ ക്ലാസ്സുകളിൽ ഒരുപക്ഷെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ലൈറ്റ് ഈസ് ഓൾവേസ് ട്രാവൽസ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. ആ ഒരു പ്രോപ്പർട്ടിയെ വിളിച്ചിരുന്ന ഒരു പേരുണ്ട്, റെക്റ്റിലീനിയർ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ്. ഇനി നിങ്ങൾ +2 എത്തുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ആ ഒരു തത്വം ഒന്ന് മാറി ചിന്തിക്കും. ലൈറ്റിന് വേണമെങ്കിൽ വേവ് പോലെയും പോകാൻ സാധിക്കും, അതായത് തരംഗം പോലെയും പോകാൻ സാധിക്കും. ലൈറ്റിനെ ഉണ്ടാക്കിയിരിക്കുന്നത് എനർജി പാക്കറ്റുകൾ കൊണ്ടാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങൾ +2 പഠിക്കും. നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് ഒന്ന് മാറി ചിന്തിക്കും. അതുപോലെ ലൈറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് ഫിനോമിനാസ്, റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഈ വക ഫിനോമിനാസ് ഒക്കെ ലൈറ്റുമായി, പ്രകാശവുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ പ്രകാശത്തിൻ്റെ പ്രസൻസിൽ മാത്രം വർക്ക് ചെയ്യുന്ന കുറച്ച് ഉപകരണങ്ങളുണ്ട്, കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അതായത് ക്യാമറ, നമ്മുടെ മൊബൈൽ ക്യാമറ, അതുമല്ലെങ്കിൽ പ്രൊഫഷണൽ ക്യാമറ, നമ്മുടെ ഹ്യൂമൻ ഐ, ബൈനോക്കുലർ, ടെലസ്കോപ്പ്, മൈക്രോസ്കോപ്പ്, ഇതൊക്കെ ലൈറ്റിൻ്റെ പ്രസൻസിൽ, പ്രകാശത്തിൻ്റെ പ്രസൻസിൽ മാത്രം വർക്ക് ചെയ്യുന്ന കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അങ്ങനെയെങ്കിൽ എന്താണ് ഒപ്റ്റിക്സ്?
ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശം എങ്ങനെ സഞ്ചരിക്കുന്നു, പ്രകാശവുമായി ബന്ധപ്പെട്ട കുറച്ച് ഫിനോമിനാസ് ഏതൊക്കെയാണ്, പ്രകാശത്തിൻ്റെ പ്രസൻസിൽ മാത്രം വർക്ക് ചെയ്യുന്ന കുറച്ച് ഉപകരണങ്ങൾ ഏതൊക്കെയാണ്, ഇവയെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഊർജ്ജതന്ത്രത്തിൻ്റെ ഒരു ശാഖയാണ് ഒപ്റ്റിക്സ്. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ ലൈറ്റ്, the propagation of light, the phenomena and instruments related to light. അതാണ് ഒപ്റ്റിക്സ്. ഇനി അവസാനത്തെ ബ്രാഞ്ചാണ് മെക്കാനിക്സ്. എന്താണ് മെക്കാനിക്സ്? നമ്മൾ 9ാം ക്ലാസ്സിലൊക്കെ ഒരു പക്ഷേ സർ ഐസക് ന്യൂട്ടൻ്റെ 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒന്ന് ഓർത്തെടുക്കാം, ഏതൊക്കെയാണ് ആ ഇക്വേഷൻസ് ഓഫ് മോഷൻ? ഒന്നാമത്തേത് V = U+AT. രണ്ടാമത്തേത് V² - U² = 2as. മൂന്നാമത്തേത് S = ut + ½ at². ഇതിൽ നിങ്ങൾക്ക് വെലോസിറ്റി കാണാം, ആക്സലറേഷൻ കാണാം, ടൈം കാണാം, ഡിസ്പ്ലേസ്മെൻറ്റ് കാണാം. ഇനി ഒരു ബോഡിയെ നമ്മൾ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റിയെ മാറ്റാൻ സാധിക്കും. അതായത് നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു ബോഡിയെ വേണമെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മോഷനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇനി മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നിശ്ചലാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് നമ്മൾ ഫോഴ്സ് കൊടുത്തിട്ട് അതിൻ്റെ വെലോസിറ്റി മാറ്റാൻ സാധിക്കും, ഒരു ആക്സലറേഷൻ അതിന് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ മോഷനുമായി ബന്ധപ്പെട്ട ഫിസിക്സിൻ്റെ തന്നെ ഒരു ബ്രാഞ്ചാണ് മെക്കാനിക്സ്. അതായത് ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളെക്കുറിച്ചുള്ള പഠനം, അതാണ് മെക്കാനിക്സ്. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ മോഷൻ ഓഫ് ദി ഒബ്ജക്ട്സ്. അങ്ങനെയെങ്കിൽ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിസിക്സിൻ്റെ കീഴിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ബ്രാഞ്ചുകളാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇലക്ട്രോഡൈനാമിക്സ്, തെർമോഡൈനാമിക്സ്, ഒപ്റ്റിക്സ് ആൻഡ് മെക്കാനിക്സ്. ഇതിൽ നമ്മൾ ഏറ്റവും ആദ്യത്തെ ബ്രാഞ്ചിനെ മാത്രമേ കാര്യമായി പരിഗണിക്കുന്നുള്ളൂ. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ ബ്രാഞ്ചിലാണ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ്. കാരണം നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് ആണ്. രണ്ടാമത്തെ ചാപ്റ്റർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ആണ്. ഈ 2 ചാപ്റ്ററുകളും നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ചാർജുകളെ കുറിച്ചുള്ളതാണ്. അതായത് ഏറ്റവും ആദ്യത്തെ ബ്രാഞ്ച് നമ്മൾ വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. കാരണം ഈ ബ്രാഞ്ചിൻ്റെ കീഴിലാണ് ആദ്യത്തെയും രണ്ടാമത്തെയും ചാപ്റ്ററുകൾ വരുന്നത്. നോക്കാം നമുക്ക് എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, അതിൻ്റെ കീഴിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്.